ഈ തൃപ്രയാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറെ കൂടി വിപുലമായിട്ടുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാരിന് തന്നെ അതോ ജിബി തട്ടകനാണോ അതോ മയിൽപീലിയോ ആരായിരിക്കും ത്രിപുര ജലോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് ഫൈനലിൽ നിന്നുള്ള എൻട്രി നേടുന്നത്? എന്തൊരു മത്സരമാണ്, എന്തൊരു മനോഹരമായിട്ടുള്ള മത്സരം. 3 വള്ളങ്ങളും അല്ല 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ മനോഹരമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് ആ തുഴകളുടെ വീര്യം നിങ്ങളൊന്ന് കണ്ടില്ലേ? ആ നമ്മുടെ കനാലിന്റെ ആഴങ്ങളിലേക്ക് തങ്ങളുടെ സർവശക്തിയും ആവാഹിച്ചുകൊണ്ട് ആ സർവശക്തിയും ആ പങ്കായങ്ങളിൽ ആവാഹിച്ചുകൊണ്ട് ആ കരിമാടിക്കുട്ടന്മാര് ആ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നതിൽ എത്ര സുന്ദരമായിട്ടുള്ള മത്സരം. വടക്കുംപുറമാണോ, ഹനുമാൻ നമ്പർ 2 ആണോ, ജിബി തട്ടകനാണോ, മയിൽപീലിയാണോ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത്? എന്റെ പ്രിയപ്പെട്ടവര്, ജിബി തട്ടകൻ ഒരൽപ്പം മുൻപിലാണോ? എനിക്ക് തോന്നുന്നു 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ജിബി തട്ടകൻ ഒരു തുണപ്പാട് ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വടക്കുംപുറമുണ്ട്, മയിൽപീലിയുണ്ട്, ഹനുമാൻ നമ്പർ ട്രാക്ക് കുറ്റിയിലേക്ക് ആ കളിവള്ളങ്ങളിൽ എത്തുമ്പോൾ ആവേശം മുറുകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കൈയടിക്കാത്തത്? എന്റെ നിങ്ങളൊന്ന് ആർപ്പ് വിളിക്കാതെ? ആർപ്പ് വിളി ഉയരട്ടെ. നമ്മുടെ ത്രിപുര ജലോത്സവത്തിന്റെ ആദ്യപാദ മത്സരത്തിൽ ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഉഗ്രൻ പോരാട്ടം നമുക്ക് മുന്നിൽ നടക്കുമ്പോൾ അതാ വടക്കുംപുറം സിംഹരാജൻ എന്ന് ജലോത്സവ പ്രേമികൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന വടക്കുംപുറം അവൻ അങ്ങനെ തലയെടുത്ത് വെച്ച് 1-ാം സ്ഥാനത്തിലേക്ക് കുതിക്കുകയാണോ? ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കുടിയന്തിരുത്തി ബോട്ട് ക്ലബിന്റെ ജിബി തട്ടകൻ എന്തൊരാവേശം, എന്തൊരു മത്സരം. അയ്യട പോയട എന്ന താളത്തിൽ ഒപ്പത്തിനൊപ്പം കയറി വരാനുള്ള മനോഹരമായിട്ടുള്ള മത്സരം. വടക്കുംപുറം ജിബി തട്ടകൻ, മയിൽപീലി, ഹനുമാൻ നമ്പർ 2, വടക്കുംപുറം ജിബി തട്ടകൻ. എന്തൊരു മത്സരം. എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 4 കളിവള്ളങ്ങളും എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികളെ നിരാശരാകാതെ മനോഹരമായിട്ട് തുണകൾ എറിഞ്ഞുകൊണ്ട് വടക്കുംപുറവും ജിബി തട്ടകനും മയിൽപീലിയും ഒപ്പം നമ്മുടെ ഹനുമാൻ നമ്പർ 2 അങ്ങനെ നല്ല സുന്ദരമായി തുണകൾ എറിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ സന്തോഷം പകർന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ആവേശത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തായാലും ആദ്യപാദ മത്സരം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായ 2ഉം 3ഉം ട്രാക്കിലൂടെ സെന്റ് ജോസഫും ശ്രീമുരുകനും ചെറിയ പണ്ഡിതനും ആവേശത്തോടെ ഒരു പുണ്യപാളന്റെ നാമധേയത്തിലുള്ള സെന്റ് ജോസഫ് 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ദേവന്മാർക്ക് പോലും കഷ്ടകാലത്തുമുള്ള സമയത്ത് അതിനെ നേരിടാൻ ജന്മമെടുത്ത ശ്രീമുരുകൻ സാക്ഷാൽ ആണ്ടവൻ അങ്ങനെ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഇവിടെ ചെറിയ പണ്ഡിതനാണ്. എനിക്ക് പാണ്ഡിത്യമുണ്ട്, മത്സരത്തിലെന്നല്ല എന്ത് കാര്യത്തിലും വളരെ പ്രാമുഖ്യമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പണ്ഡിതൻ കടന്നു വരുമ്പോൾ ഈ 3 വള്ളങ്ങളും ചരിത്രമുള്ള വള്ളങ്ങളാണ്. ശ്രീമുരുകൻ നമ്മുടെ ചമ്പക്കരയിലുള്ള 5 സഹോദരങ്ങളുടെ വള്ളങ്ങളാണ്. സെന്റ് ജോസഫ് സിബിൻ കുമ്പളങ്ങിയിലുള്ള സെന്റ് ജോസഫിന്റെ ആ മനോഹരമായ ശില്പചാതുര്യമുള്ള അഭിലാഷാചാര്യയുടെ കൈക്കരുത്തിൽ മനോഹരമായി കൊത്തിയെടുത്ത വള്ളമാണ് സെന്റ് ജോസഫ്. ചെറിയ പണ്ഡിതൻ നമ്മുടെ പ്രിയപ്പെട്ട തൃപ്പൂണിത്തറയിലെ ആ വള്ള പരമ്പരയൊക്കെ വേണമെങ്കിൽ അവകാശപ്പെടാവുന്ന കുടുംബത്തിലെ വലിയ പണ്ഡിതനും ചെറിയ പണ്ഡിതനും ഒക്കെ ഉള്ളതിൽ ആ ചെറിയ പണ്ഡിതൻ കഴിഞ്ഞ വർഷം പുതുക്കിപ്പണത് മനോഹരമാക്കിയിട്ടുള്ള വള്ളങ്ങൾ തമ്മിൽ ആവേശത്തോടെ മത്സരിച്ചു വരുമ്പോൾ 1ഉം 2ഉം 3ഉം ട്രാക്കിൽ സെന്റ് ജോസഫെ നീ ഒരല്പം പിന്നിലേക്ക് പോയോ, അല്ലെങ്കിൽ ശ്രീരാമദേവന്റെ ആ നടയിലൂടെ കടന്നു വരുമ്പോൾ ഒന്ന് കുതിക്കാൻ തയ്യാറായിട്ട് അണിയൊരുക്കങ്ങൾ നടത്തുന്നുണ്ടോ? അങ്ങനെയുള്ള ആ സെന്റ് ജോസഫ് 1ാമത്തെ ട്രാക്കിൽ വരുമ്പോൾ ശ്രീമുരുകൻ ഒരല്പം മുന്നിൽ ലീഡ് എടുത്തുകൊണ്ട് കടന്നു വരാൻ കുതിച്ച് എന്നുള്ള ആ കുതിര ശക്തിയിൽ തുഴകളെറിഞ്ഞ് പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നെഹ്റു ട്രോഫിയിൽ അല്ലെങ്കിൽ കുട്ടനാടുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ ആ കൈക്കരുത്തില് ആ നമ്മുടെ നൻപടിച്ച് ആവേശത്തിൽ വീശുന്നുണ്ടെങ്കിൽ ഇവിടെ വട്ടപ്പങ്കായം അങ്ങനെ കല്ലായം വലിച്ചുകൊണ്ട് കുതിച്ചു ചാടാൻ ആഗ്രഹിക്കുമ്പോൾ ചെറിയ പണ്ഡിതൻ ആവേശത്തിൽ ഏതായാലും ശ്രീമുരുകൻ ചെറിയ പണ്ഡിതൻ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ശ്രീമുരുകനാണോ ചെറിയ പണ്ഡിതനാണോ? ഇവിടെ ആവേശം തെല്ലെന്ന് കുറയുന്നുണ്ടോ? പക്ഷേ ഒപ്പത്തിനൊപ്പം ആവേശത്തോടെ ഇന്ത്യകളുടെ വ്യത്യാസം പറഞ്ഞ് 2 വള്ളത്തിന്റെയും അമരത്തുള്ള പ്രിയപ്പെട്ട അമരക്കാര് 1ഉം 2ഉം അമരക്കാര് കായിക അഭ്യാസികളെ പോലെ അവരുടെ നെടുമ്പങ്കായങ്ങളെ കുത്തിയെറിഞ്ഞുകൊണ്ട്
കൊണ്ട് കടന്നു വരുമ്പോൾ നടുവിലത്തെ ട്രാക്കിലൂടെ വന്ന ശ്രീമുരുകൻ ഏതാണ്ട് ആ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമ്മുടെ ചെറിയ പണ്ഡിതൻ ഒട്ടും മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചു. സെന്റ് ജോസഫ് വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് കാണിച്ചുവെങ്കിലും അവര് മത്സരം പതുക്കെയാക്കി. കാരണം അവരങ്ങ് 1-2 സ്ഥാനങ്ങളൊക്കെ കൈവരക്കി പോയി. ഇനി ഞാൻ എന്തിനാണ് നെഞ്ചു പറിച്ച് കഷ്ടപ്പെടുന്നതെന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. പതുക്കെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഹിറ്റ്സ് ഇവിടെ പര്യവസാനിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഹിറ്റ്സിന് വേണ്ടി ഒരു ഒരുക്കങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഈ പവലിയന്റെ അനൗൺസ്മെന്റ് പവലിയന്റെയും VIP പവലിയന്റെയും മുന്നിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. പ്രിയപ്പെട്ട പോലീസ് സേന ഒന്ന് ശ്രദ്ധിക്കുക. ആ വള്ളം വലിച്ചു മാറ്റുന്നത് അമ്പലത്തിന്റെ പരിസരത്തേക്ക് മാറ്റുക. ആ വള്ളം ഇപ്പൊ വലിച്ചു മാറ്റുന്നത് അങ്ങേക്കരയിലേക്ക് വലിച്ചു മാറ്റുക. ആ വള്ളം വലിച്ചു മാറ്റുന്നത് അമ്പലത്തിന്റെ കരയിലേക്ക് മാറ്റുക. പടിഞ്ഞാറ് മത്സരം ആരംഭിക്കാമെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ഹിറ്റ്സ് മത്സരം പമ്പാവാസനും ഗോതിരുത്തും തട്ടകത്തമ്മയും തമ്മിലുള്ള ആവേശകരമായ മൂന്നാമത്തെ ബി ഗ്രേഡിന്റെ മൂന്നാമത്തെ ഹിറ്റ്സ് മത്സരം ഈ കനോലി കനാലിന്റെ വടക്ക് ഭാഗത്തുള്ള ഏതാണ്ട് 750-800 മീറ്റർ ദൈർഘ്യമുള്ള ഈ വാട്ടർ ട്രാക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിക്കുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ആവേശമുള്ള സുന്ദരമായ പമ്പാവാസൻ ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ രണ്ടാമതായി വിജയത്തിന്റെ വെള്ളി BBC ഇല്ലിക്കലിന്റെ കൈക്കരുത്തിൽ ശരത് ഇല്ലിക്കൽ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ഹരീഷ് അതിന്റെ അണിയത്തുണ്ട്. അതിന്റെ അമരത്ത് ശരത്ത് തന്നെ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗോതിരുത്ത് ഇളമുറ തമ്പുരാൻ എന്ന് ഓമന പേരിട്ട് ജലോത്സവ പ്രേമികൾ വിളിക്കുന്ന ഗോതിരുത്ത് ഗ്രാമത്തിന്റെ ആ ഇളമുറ തമ്പുരാൻ ഗോതിരുത്ത് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ജനസംഘം ബോട്ട് ക്ലബ്ബ് അതിനെ മുന്നിൽ നയിക്കുമ്പോൾ അതിന്റെ അണിയത്ത് സഹലുണ്ട്, അതിന്റെ അമരത്ത് സലാമുണ്ട്. എന്തായാലും നല്ലൊരു മത്സരം നിങ്ങളൊന്ന് നോക്കിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഒപ്പത്തിനൊപ്പമുള്ള മത്സരമല്ലേ. 3 കളിവള്ളങ്ങളും ഇഞ്ചിന് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചിരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന തട്ടകത്തമ്മ നന്ദിദേശം ബോട്ട് ക്ലബിന്റെ കൈകരുത്തിൽ ഷിബു ചെമ്പാപ്പള്ളി അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ ബൈജു അതിന്റെ അണിയത്തും ഭരതൻ പൊന്നാരി ആ വള്ളത്തിന്റെ ഓണർ കൂടിയായിട്ടുള്ള അദ്ദേഹം അതിന്റെ അമരത്തിൽ നിന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ആരാണ് മുൻപിൽ ആരാണ് പിന്നിൽ എന്നൊന്നും പറയാൻ കഴിയാത്ത വിധം ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ഇതല്ലേ മത്സരം, ഇതല്ലേ തൃപ്രയാർ ജനത കാണാൻ കാത്തിരുന്ന മത്സരം. ഒപ്പത്തിനൊപ്പം ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലേക്ക് കടന്നു വരുന്ന ആ കരിമാടിക്കുട്ടന്മാര് എന്ത് സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. ആ വെള്ളപ്പങ്കായങ്ങളൊക്കെ അച്ചിട്ട പോലെ അങ്ങനെ കുത്തിയെറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നു വരുമ്പോൾ പമ്പാവാസനാണോ അതോ നമ്മുടെ ഗോകുലത്താണോ അതോ തട്ടകത്തമ്മയാണോ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ 3 കളിവള്ളങ്ങൾ. എന്തായാലും പമ്പാവാസൻ സുഹൃത്തുക്കൾ ചേർന്ന് ഒരുക്കിയ മനോഹരമായിട്ടുള്ള ഒരു വള്ളം ഈ തൃശൂർ നാടിന്റെ സ്വന്തം വള്ളമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരല്പം മുമ്പിലേക്ക് അയ്യലപുറത്തമ്പുരാൻ ഗോതിരത്ത് ഒന്ന് ചാടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പമ്പാവാസനുണ്ട്, തട്ടകത്തമ്മയുണ്ട്. അങ്ങനെ മത്സരം അങ്ങോട്ട് കൊഴുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആപ്പ് പിടിച്ചൂടെ, ഒന്ന് കൈയടിച്ചൂടെ. നമ്മൾ ഫിനിഷിംഗ് ലൈനിലേക്ക് ഒപ്പത്തിനൊപ്പമല്ലേ അവരങ്ങനെ പോരാടിക്കൊണ്ട് കടന്നു വരുന്നത്. ആ വെള്ളപ്പൊങ്ങായങ്ങളിലും നന്മയുമൊക്കെ ആ കരുത്ത വഹിച്ചുകൊണ്ട് കടന്നു വരുന്നത് പമ്പാവാസനാണ്, ഗോകുലത്താണോ. എന്തൊരാവേശം, എന്തൊരു മത്സരം, എത്ര സുന്ദരം, എത്ര സുരഭിലം, എത്ര മനോഹരം. ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് അങ്ങനെ ഗോകുലത്ത് അല്ല പമ്പാവാസൻ ഇനിയുമുണ്ട്. ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ ഗോകുലത്താണോ പമ്പാവാസനാണോ ഒപ്പത്തിനൊപ്പം ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഗോകുലത്തും പമ്പാവാസനും തട്ടകത്തമ്മയും ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു മത്സരത്തിന് സാക്ഷികളായിക്കൊണ്ട് ഈ വേദി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾ. അക്ഷരാർത്ഥത്തിൽ ആ മത്സരത്തിന്റെ ആ പോരാട്ട വീര്യം കണ്ടാസ്വദിക്കുന്നതിനുള്ള ഒരു സുന്ദര സെന്റ് സെബാസ്റ്റ്യൻ കടന്നു വരുമ്പോൾ TDBC തൊയക്കാവ് അതിനെ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ക്യാപ്റ്റൻ
സ്പ്രിന്റ് ട്രാവൽസ് അതിന്റെ ക്യാപ്റ്റൻസി നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അണിയത്ത് വിനയൻ പാടൂരുണ്ട്, അമരത്ത് മനോജ് പാടൂർ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ട്രാക്കിലൂടെ മടപ്ലാതുരുത്ത് ക്ലബ്ബ് BBC കല്ലിൻകടവ് അതിനെ തെളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ക്യാപ്റ്റൻ പ്രജില് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ലീഡിംഗ് ക്യാപ്റ്റൻ പ്രവീൺ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അണിയത്ത് പ്രവീണുണ്ട്, അമരത്ത് കുട്ടനുണ്ട്. കേരളത്തിലെ പ്രമുഖമായ 3 ജലയാനങ്ങള്, 3 പ്രിയപ്പെട്ട നല്ല ഇരുട്ടുകുത്തി വള്ളങ്ങളിലെ പ്രിയപ്പെട്ട 20 മുതൽ 25 വരെ ആളുകൾ കയറി തുഴയുന്ന മനോഹരമായ സ്വപ്നതുല്യമായ സൗന്ദര്യമുള്ള 3 ജലയാനങ്ങൾ അങ്ങനെ കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറുക? മയിൽവാഹനനാണോ? രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ സി ഗ്രേഡ് മത്സരത്തിൽ ആവേശത്തോടെ വള്ളപ്പാട് വ്യത്യാസത്തിൽ ട്രോഫിയിൽ മുത്തമിട്ട നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ? മടപ്ലാതുരുത്ത് കഴിഞ്ഞതിന് മുൻപത്തെ വർഷം നീറ്റിലിറക്കി വളരെ മനോഹരമായി തുടർന്നുണ്ടായ നിരവധി മത്സരങ്ങളിൽ 1ാം സ്ഥാനം കൈയടക്കിയ മടപ്ലാതുരുത്താണോ? ആരാണ് വിജയിക്കുക? ആരാണ് പരാജയപ്പെടുക? ഏതാണ്ട് തുല്യ ശക്തികളായി 2ഉം 3ഉം ട്രാക്കിലുള്ള പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യനും മടപ്ലാതുരുത്തും തമ്മിൽ ഒരു അംഗം തന്നെ, ഒരു മഹാഭാരത യുദ്ധം തന്നെ നടത്തിക്കൊണ്ട് കടന്നു വരുമ്പോൾ അവരുടെ അമരക്കാരൊക്കെ അവരുടെ നെടുമ്പങ്കായം കൊണ്ട് ആകാശം വിട്ട ജലഗണങ്ങളെ കുത്തിയെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ആര് വിജയിക്കും? ആര് പരാജയപ്പെടും? മടപ്ലാതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് പിന്നാലെ മയിൽവാഹനനും ആവേശത്തോടെ കുത്തിയെറിഞ്ഞ് കടന്നു വരുമ്പോൾ ഇവിടെ ഈ 4ാമത്തെ ഹിറ്റ് മത്സരത്തിൽ ഫൈനലിസ്റ്റുകളാകാൻ ഇതാ ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞ് പുണ്യവാളനും മടപ്ലാതുരുത്തും മടപ്ലാതുരുത്ത് ആവേശത്തോടെ ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞ് കുതിച്ച് പറന്ന് ആവേശത്തോടെ കടന്നു വന്നപ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറിയതെന്ന് ജഡ്ജസ് ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കും. എന്തായാലും ആവേശം മുറ്റുന്ന ഒരു മത്സരമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മയിൽവാഹനനും ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോകുന്നു. ഏതായാലും വളരെ മനോഹരമായ സുന്ദരമായ ആവേശമുള്ള വളരെ നല്ല ഒരു 4 ഹീറ്റ്സ് മത്സരങ്ങൾ ബി ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട 20 മുതൽ 25 ആളുകൾ കയറി വലിക്കുന്ന നമ്മുടെ നാട്ടിലെ ബി ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട എണ്ണം പറഞ്ഞ 4 ഹിറ്റ്സ് മത്സരങ്ങൾ കടന്നുപോയി. നമ്മൾ ജലോത്സവ പ്രേമികളുടെ ഒരു ആവേശം നമ്മൾ ഈ ട്രാക്കിൽ കാണിക്കണം. നല്ല കയ്യടികളും ആർപ്പുകളും കൂടി നമുക്ക് ആ ജലരാജാക്കന്മാരെ ഈ ഫൈനൽ മത്സരത്തിലേക്ക് വരവേൽക്കാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള മത്സരം അവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന വടക്കുംപുറം ടിപ്പു വാരിയേഴ്സിന്റെ കൈക്കരുത്തിൽ അജയൻ കടവിൽ അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ വൈശാഖ് അതിന്റെ അണിയത്തും ടിപ്പു അതിന്റെ അമരത്തിൽ നിന്ന് കൈയാളിക്കൊണ്ട് കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ സൺറൈസ് ഒരുമനിയൂരിന്റെ കൈക്കരത്തിൽ കടന്നു വരുന്നു. 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗോതിരുത്തിന്റെ 6ാം നമ്പുരാൻ ഗോതിരുത്ത് 3ാം ട്രാക്കിലൂടെ ജനസംഘ ബോട്ട് ക്ലബിന്റെ കൈക്കരത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ അണിയത്ത് സഹലുണ്ട്, അമരത്ത് സലാമുണ്ട്. 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുണ്യാളൻ നമ്പർ 2 ജലോത്സവ പ്രേമികൾ സ്നേഹത്തോടെ വിളിക്കുന്ന പുണ്യാളൻ നമ്പർ 2 സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 നെഹ്റു ട്രോഫി വിജയത്തിന് ശേഷം 4ാം ട്രാക്കിലൂടെ തോയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ കൈക്കരത്തിൽ സ്പ്രിന്റർ ട്രാവൽസ് അതിന്റെ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അണിയത്ത് ആ സുന്ദരൻ അണിയക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട വിനയൻ പാടൂർ അതിന്റെ അണിയത്തുണ്ട്, മനോജേട്ടൻ അതിന്റെ അമരത്തുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ ഏകദേശം ഈ ട്രാക്ക് ദൂരിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ മനോഹരമായിട്ടുള്ള ഈ നെട്ടായത്തിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ ഈ ജലമാമാങ്കം ഒരു ചരിത്രത്തിലേക്കുള്ള കാഴ്ചയോടേക്ക് മാറ്റിക്കൊണ്ട് 4 കളിവള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ഒരു ഇഞ്ചിന് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. ആ പങ്കായങ്ങളൊക്കെ പെരുകുന്നത് കണ്ടില്ലേ? പെരുക്കത്താളത്തിലേക്ക് അവരുടെ അടവ് മാറ്റുമ്പോൾ എന്തായാലും ഈ ഒരു മത്സരം ഫോട്ടോ ഫിനിഷിംഗിനെ തൊടുന്ന മനോഹരമായിട്ടുള്ള മത്സരങ്ങളായിരിക്കും. ഒരു ചരടിൽ കോർത്തു വെച്ചതുപോലെ മുത്തുമണികൾ പോലെ ആ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ കടന്നു വരുന്നത്. എന്തൊരു മത്സരമാണ്! വടക്കുംപുറമാണോ അതോ ഗോതിരുത്താണോ അതോ ശ്രീമുരുകനാണോ അതോ നമ്മുടെ പ്രിയപ്പെട്ട കളിവള്ളങ്ങൾ മനോഹരമായ തുണകൾ എറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ളതൊക്കെ പ്രവചനങ്ങൾക്ക് അതീതമാണ്. വടക്കുംപുറമാണോ? ഇല്ല ശ്രീമുരുകൻ, ഇല്ല ഗോതിരുത്ത്, ഇല്ല സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2. അതെ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒരൽപ്പം മുൻപിലാണോ? ഏകദേശം അവസാന ട്രാക്ക് ദൂരിലേക്ക് കടക്കുമ്പോൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഒരൽപ്പം മുൻപിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, പിടിച്ചു
ഉണ്ട്, വടക്കുംപുറമുണ്ട്, ശ്രീമുരുകനുണ്ട്. എന്തൊരാവേശമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു മത്സരമാണ്. ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ടുള്ള തൃപ്രയാറ് 2025 കലാശ പോരാട്ടത്തിൽ എന്തൊരു മത്സരം. ആ ഗോപുരത്തിന്റെ അടിയത്ത് സകലൊക്കെ എഴുന്നേറ്റുന്നുണ്ട്, കുത്തിയെറിയുന്ന അടിയക്കാരൊക്കെ എഴുന്നേറ്റുന്നുണ്ട്. തന്റെ വള്ളത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ആര് വിജയിക്കും? നമ്പർ 2 ഗോപുരത്ത് വടക്കുംപുറ ശ്രീമുരുകൻ ആവേശഭരിതമാകുന്നു. എന്തായാലും രംഗം കൊടുക്കുന്നു, എന്തായാലും പ്രാക്കളി പറയുന്നു, ജലോത്സവ പ്രേമികളായി പറയുന്നു. നമ്പർ 2 ഗോപുരത്ത് വടക്കുംപുറ ഒപ്പത്തിനൊപ്പം ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? നമ്പർ 2 ഗോപുരത്ത് ഗോപുരത്ത് എന്തൊരു മത്സരം, എന്തൊരാവേശം. ആവേശകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എത്ര ശക്തമായിട്ടുള്ള മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കമന്ററി പറയുന്ന ഞങ്ങളുടെ വാക്കുകൾ പറയാതെ തന്നെ മനസ്സിൽ നിന്ന് ഉയർന്ന ആവേശത്തോടെ കൈകളടിച്ചുകൊണ്ട് ആർപ്പു വിളിച്ചുകൊണ്ട് ആ 4 ജലരാജാക്കന്മാര് ഈ തൃപ്രയാർ ജലോത്സവ വേദിയിൽ നമ്മുടെ ജലോത്സവ പ്രേമികൾ ആവേശത്തോടെ കൈയടിച്ച് ഇങ്ങനെ നമ്മള് വാടി വിളിച്ചപ്പോൾ നല്ല സുന്ദരമായ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മത്സരം തുടങ്ങുന്നത് മികച്ച അണിയം സുബ്രഹ്മണ്യൻ, മികച്ച അമരം ശരവണൻ, 2ാം സ്ഥാനം പൊന്നിയത്തമ്മ നമ്പർ 1 വടക്കൻ പ്രദേശ്, 1ാം സ്ഥാനം ഗരുഡൻ PVC കൊച്ചിൻ ക്ലബ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മാനദാന ചടങ്ങ് ആരംഭിക്കുകയാണ്. ബി ഗ്രേഡിന്റെ സമ്മാനദാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ആരാധനായ പ്രിൻസേട്ടനാണ്. അപ്പോ ബി ഗ്രേഡിന്റെ സമ്മാനദാന ചടങ്ങിന് വേണ്ടി തയ്യാറാവുമ്പോൾ ബി ഗ്രേഡിന്റെ 1ാം സ്ഥാനത്തിന്റെ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തൊഴിൽക്കാവ് ദേശക്കുട്ടികളുടെ പ്രിയപ്പെട്ടവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കൂടി വേദിയിലേക്ക് കയറരുത്, എല്ലാവരും കൂടി കയറരുത്. 1 2 പേര് മാത്രം നിൽക്കുക. എല്ലാവരും ഇരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസേട്ടൻ ട്രോഫി സമ്മാനിക്കുന്നു. നല്ലൊരു കൈയ്യടി. എ ഗ്രേഡിന്റെ 2ാം സ്ഥാനം തൈക്കാവ് ദേശം വോട്ടുകൾക്ക് സമ്മാനിച്ച 1ാം സ്ഥാനത്തിന്റെ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാലാടിക്കാവ് ട്രോഫിയാണ്. മികച്ച അണിയം വിനയൻ, മികച്ച അണിയം